ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്ടിവേഷൻ ഇവൻറ്റ്സിനെ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കുറച്ചുകൂടി അടിപൊളിയായി നടത്തുക എന്നുള്ളത് നോക്കി നോക്കാം. ഇപ്പോൾ ഒന്ന്, നമുക്ക് ഇതൊരു ആക്ടിവേഷൻ ഇവൻ്റ് ആണെന്നുള്ളൊരു ഡയറക്റ്റ് ഫീലർ വരാത്ത രീതിയിൽ നടത്താം. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനൊക്കെ വിളിച്ചിട്ടുള്ളൊരു ഇവൻറ്റ് നടത്തിയിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇൻഡയറക്റ്റ്ലി യൂസ് ചെയ്യും ഓരോ അവന്യൂസിലും. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഓക്കെ ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന അഡ്വാൻറ്റേജസ് കിട്ടും എന്ന് തോന്നിപ്പിക്കാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് സെയിൽസ് നടത്തുന്നത് വേറൊരു അവന്യൂ ആണ്. പിന്നെ വേറൊന്ന്, മാക്സിമം ടൂൾസിനെ ലിവറേജ് ചെയ്യുക. അപ്പം ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ഇവിടെ. കാരണം അപ്പോൾ അവർ നമ്മളെ ബ്രാൻഡിന് അത്രയും ഒരു വാല്യൂ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇപ്പോൾ മാർക്കറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്, അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ ലീഡ്സിനെ ക്യാപ്ചർ ചെയ്യുക ഭയങ്കരമായിട്ട്. അപ്പം ഈ ലീഡ്സിനെ എന്നിട്ട് ഫോളോ അപ്പ് ചെയ്യുക കോൺസ്റ്റൻ്റ് ആയിട്ട്. ഇവൻറ്റിന് ശേഷം പോസ്റ്റ് ഇവൻറ്റ് ഫോളോ അപ്സും കാര്യങ്ങളും ചെയ്യുക. പിന്നെ അവിടുത്തെ നമ്മളൊരു ടീമിനെ വെച്ചിട്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് മാക്സിമം എക്സ്പീരിയൻസ് ഡ്രിവൺ ആക്കുക. പിന്നെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് ഇവൻറ്റിലും പറഞ്ഞ മിക്ക സാധനങ്ങളും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇതല്ലാതെ പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു ആക്ടിവിറ്റിയാണ് കുറച്ചുകൂടെ ROI ബേസ്ഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അത് എൻഡ് യൂസറിന് കുറച്ചുകൂടെ എന്താ പറയുക എൻഹാൻസ്മെൻറ്റ് കൊടുക്കാനല്ല, നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ROI എന്താണെന്നുള്ളത്. ഇവിടെ ROI കുറച്ചുകൂടെ ഡ്രിവൺ ആണ്. കാരണം ആക്ടിവേഷൻ ഇവൻറ്റിൽ ബ്രാൻഡ് ആക്ടിവേറ്റ് ആയി സെയിൽസ് അടക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ടിപ്സും നേരത്തെ പറഞ്ഞ വീഡിയോസിലുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു സൂപ്പർ ആക്ടിവേഷൻ ഇവൻറ്റ് പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രാൻഡിന് ഭയങ്കര ഒരു ബൂസ്റ്റ് ഈ ഷോർട്ട് ടേമിൽ ഭയങ്കര ബൂസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അവന്യൂ ആണ് ആക്ടിവേഷൻ ഇവൻറ്റ്.